ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വോയിസസ് ഓഫ് വുമൻ എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറിൻ്റെ 6th സെമസ്റ്ററിലെ സെക്കൻഡ് മൊഡ്യൂളായിട്ടുള്ള ബിക്വെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പോയട്രിയുടെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ്. സോ നമ്മൾ ഇന്ന് നോക്കുന്നത് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സാണ്. മറ്റ് വീഡിയോ ആയിട്ട് ഞാൻ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസും പിന്നെ എസ്സേ ക്വസ്റ്റ്യൻസും ചെയ്യാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ബിക്വെസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, മണി അല്ലെങ്കിൽ നമ്മളുടെ ഒരു താല്പര്യത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഒരു വില്ലോട് കൂടിയിട്ട് കൊടുക്കുന്ന പ്രോപ്പർട്ടി. ഓക്കെ, so the first question is, what image do you find in every Catholic home? നിങ്ങൾക്ക് എല്ലാ കത്തോലിക് ഹോമിലും എന്ത് ഇമേജാണ് കിട്ടുന്നത് എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ യൂനിസ് പറയുന്നുണ്ട് എല്ലാ വീട്ടിലും അവർ കാണുന്ന എന്താണ്, ക്രൈസ്റ്റിൻ്റെ പിക്ചറാണല്ലേ, ഒരു ഫ്രെയിമാണ് കാണുന്നത്. ആൻഡ് അതിൽ ആ പിക്ചറിൽ ക്രൈസ്റ്റ് എന്ത് ചെയ്യുമായിരിക്കും, അദ്ദേഹത്തിൻ്റെ ഒരു ബ്ലീഡിങ് ഹാർട്ട് ഇങ്ങനെ കൈകൊണ്ട് പിടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. സോ ഈ ഒരു ഇമേജാണ് നമ്മൾ കാണുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിത്ത് ഹും ഡസ് ദ സ്പീക്കർ എക്സ്ചേഞ്ച് കോൺഫിഡൻസസ്? സോ ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മളുടെ സ്പീക്കർ ആരുമായിട്ടാണ് കോൺഫിഡൻസസ് ഷെയർ ചെയ്യുന്നത്? കോൺഫിഡൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സീക്രറ്റ്സ് ഒക്കെ ആരുമായിട്ടാണ് ഷെയർ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കറിയാം, സ്പീക്കർ അവരുടെ ഹെയർ ഡ്രസ്സറിനെ ഒഴികെ ബാക്കിയുള്ള എല്ലാവരുടെ അടുത്ത് അവരുടെ സീക്രറ്റ്സും കാര്യങ്ങളൊക്കെ ഷെയർ ആക്കാറുണ്ട് അല്ലേ. ഹെയർ ഡ്രസ്സർ എന്ന് പറയുമ്പോൾ ബേസിക്കലി ഹെയർ കട്ട് ചെയ്യുന്ന ആൾ, കളർ ചെയ്യുന്ന ആൾ, ഒരു സ്റ്റൈൽ ചെയ്യുന്നൊരു ആളെയാണ് നമ്മൾ ഹെയർ ഡ്രസ്സർ എന്ന് പറയും. സോ ഹെയർ ഡ്രസ്സറിൻ്റെ അടുത്ത് ഒരു സീക്രറ്റ്സും പറയില്ല, മറിച്ച് ബാക്കിയുള്ള എല്ലാവരുടെ അടുത്ത് എല്ലാ സീക്രറ്റ്സും ആര് പറയാറുണ്ട്, സ്പീക്കർ പറയാറുണ്ട് എന്നാണ് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഇസ് ദ പോയറ്റ് bequeaths her heart like? സോ ക്വസ്റ്റ്യൻ ഇതാണ്, പോയറ്റ് പറയുന്നുണ്ട് പോയറ്റിൻ്റെ എന്താണ് ഹാർട്ട് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് എഴുതി വെക്കണം, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കൊടുക്കാനായിട്ട് പോയിട്ട് തീരുമാനിക്കുന്നുണ്ട് അല്ലേ. അപ്പം അത് ഏത് രീതിയിൽ കൊടുക്കാനായിട്ടാണ് തീരുമാനിക്കുന്നത് എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പോയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്, ചില ആളുകൾ കിഡ്നിയൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു സ്പെയർ ഓഫ് കിഡ്നി കൊടുക്കുന്നത് പോലെ പോയറ്റിൻ്റെ ഹാർട്ട് പോയറ്റിൻ്റെ ഒരു എനിമിക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഈ 3 ക്വസ്റ്റ്യൻസാണ് ഷോർട്ട് ആൻസർ ആയിട്ട് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇതൊന്ന് നോക്കി വെക്കുക. ബാക്കി പാരഗ്രാഫ് ക്വസ്റ്റ്യൻസും എസ്സേ ക്വസ്റ്റ്യൻസും മറ്റു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ, ആർക്കെങ്കിലും ബെനിഫിറ്റായി തോന്നുവാണെങ്കിൽ ഷെയറും കൂടി ചെയ്ത് കൊടുത്തേക്ക്. പിന്നെ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് കിട്ടാനും അത് നോട്ടിഫൈഡ് ആവാനും വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ, ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു.